2024 വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ ശൈലജ 8 നിലയിൽ പൊട്ടുമെന്ന് കണ്ടിട്ട് ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. ഈ കാഫിർ സ്ക്രീൻഷോട്ടിൽ CPM പിണറായി വിജയൻ്റെ പോലീസ് ആദ്യം പ്രതി ചേർത്തത് MSFകാരനായ കാസിമിനെയാണ്. കാസിമിൻ്റെ ഫോണ് പരിശോധിച്ചിട്ട് ഒന്നും കണ്ടെത്താൻ കഴിയാതെ കേസ് അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു. ഇപ്പോൾ വീണ്ടും കാസിമിൻ്റെ ഫോണ് പരിശോധിച്ച റിപ്പോർട്ടടക്കം വടകര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ കാസിം ഈ പറയുന്ന സ്ക്രീൻഷോട്ട് എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. അത് ഈ ഫോണിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് അടക്കം സമർപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാസിമിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ ഇപ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ആദ്യം കാസിമിൻ്റെ ഫോണ് പിടിച്ചെടുക്കുന്നു, കാസിമിൻ്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അവിടെ ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ അന്വേഷണം യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പോലീസ് അവസാനിപ്പിച്ചതായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു, ഒക്കെ കഴിഞ്ഞിട്ടും ഇതിൽ ഒരു മുന്നോട്ട് പോക്ക് ഇല്ലാതെ വന്നപ്പോഴാണ് കാസിം എന്താക്കിയത്, ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ കേസ് പ്രതിസന്ധിയിലാണെന്നും തൻ്റെ ഫോണ് പോലീസിൻ്റെ കയ്യിലാണെന്നും ഒക്കെ മുൻനിർത്തി താനിതിൽ ഒരു പോസ്റ്റും ഇട്ടിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് കാസിം ഹൈക്കോടതിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ പോലീസിന് തന്നെ നിർത്തിവെച്ച അന്വേഷണം വീണ്ടും തുടരേണ്ട അവസ്ഥയിലേക്ക് പോയത്. അങ്ങനെയാണ് റിബേഷ് രാമകൃഷ്ണനിലേക്കൊക്കെ അന്വേഷണം എത്തിയത്. അങ്ങനെ റിബേഷ് രാമകൃഷ്ണനിലേക്ക് അന്വേഷണം എത്തുന്നു, റിബേഷിൻ്റെ ഫോണ് പരിശോധിക്കുന്നു. അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് പലതും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്കാണ് അന്വേഷണം പോകുന്നത് എന്ന് മനസ്സിലാക്കിയ പോലീസ് ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലേ. ഇപ്പം എന്താണെങ്കിലും യഥാർത്ഥ പ്രതികൾ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അതിൽ പിണറായി വിജയൻ പോലീസ് പെടുത്താൻ ശ്രമിച്ച, അതിന് പോലീസിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രമാത്രം നിർദ്ദേശങ്ങളും പ്രഷറും മുകളിൽ നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും കാസിമിന് കേസ് ഒഴിവായിരിക്കുന്നു, പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കാസിമിൻ്റെ ഫോണ് പരിശോധന റിപ്പോർട്ട് കോടതിയിലെത്തിയിരിക്കുന്നു. അങ്ങനെ കാസിം നടത്തിയ ഒരു പോരാട്ടമുണ്ട് ഇതിൽ. കാരണം 2024 ഈ സംഭവം ഉണ്ടാകുന്നത് അല്ലേ. ആ 2024 മുതൽ കാസിം പ്രതിസ്ഥാനത്താ, കേസിൽ പ്രതിയാണ്. അത് കേസുണ്ടെങ്കിൽ അവിടെ നിരപരാധിയാണോ അല്ലെങ്കിൽ കുറ്റവാളിയാണോ എന്നുള്ളതൊന്നുമല്ലല്ലോ. കേസുണ്ടെങ്കിൽ തന്നെ വലിയ പ്രശ്നങ്ങളാണ്, നൂലാമാലകളാണ്. അപ്പോൾ എന്താണെങ്കിലും കാസിമിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വടകര കോടതി നൽകിയിരിക്കുന്നു. കാരണം കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോറൻസിക് റിപ്പോർട്ട് വരുന്നു, ഫോണ് പരിശോധിച്ചു, അതിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് ഈ കേസിനെ, ഈ കാഫിർ സ്ക്രീൻഷോട്ട് വളരെ കൃത്യമായിട്ട് CPM വടകരയിൽ വന്നിറങ്ങിയ ഷാഫി പറമ്പിലിനെ ഭയന്ന് മുട്ടിടിച്ച് ആഗോള വ്യക്തിത്വം കെ ശൈലജ തെരഞ്ഞെടുപ്പിന് മുന്നേ തോറ്റ് തുന്നം പാറും എന്ന് തിരിച്ചറിഞ്ഞ സഖാക്കൾ നടത്തിയ ഒരു കാട്ടിക്കൂട്ടലായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മറ്റേ നരസിംഹത്തിൽ മറ്റേ മമ്മൂട്ടി വരുന്നുണ്ടല്ലോ കാമിയോ റോളിൽ. ആ റോളിൽ വന്നിട്ട് മമ്മൂട്ടിയുടെ ഒരു വാക്കുണ്ടല്ലോ, സത്യം അത് മറ നീക്കി പുറത്തു വരും എന്നൊക്കെ പറഞ്ഞിട്ട് ടപ്പട്ടപ്പട്ടപ്പട്ടപ്പാന്നടിക്കുന്നുണ്ടല്ലോ. അതുപോലെയാണ് സത്യം എന്നാണെങ്കിലും അത് പുറത്ത് വരും. എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തേക്ക് വരും അല്ലേ. ഗ്രഹണം ബാധിച്ചാലും ഒരു സമയമുണ്ട് എന്ന് ഞാൻ ആ ഡയലോഗിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെയാണല്ലോ, സത്യം അത് പുറത്ത് വരുമെന്നല്ല, വരണം. അതാണ് പ്രകൃതി നിയമം എന്ന് പറയുന്നത്. അത് പുറത്തേക്ക് വന്നേ മതിയാകൂ. സത്യം ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല, പാടുള്ളതല്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ വേണ്ടിയിട്ട് ഇപ്പോൾ വ്യാജ പ്രചരണങ്ങളൊക്കെ സാധാരണഗതിയിൽ നടക്കാറുണ്ട്. പക്ഷേ
ഒരു ജനതയെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് വിജയമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഗുരുതരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഗൗരവം അതാണ്. ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുകയായിരുന്നു CPM നടത്തിയത്. മനസ്സിലാക്കണം, കേരളത്തിൽ സംഘപരിവാർ പോലും അതിന് എത്രമാത്രം ഇത്ര ഗൗരവമായ ശ്രമങ്ങൾ സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന് പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ സംഘപരിവാർ ചെയ്യാൻ മടിച്ചത്, അവർ ഒന്ന് പിന്നോട്ടടിച്ച കാര്യം, അത് കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് സഖാക്കളാണ് എന്നുള്ളതാണ്. അപ്പോൾ എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ സഖാക്കളുടെ തന്ത്രം പാളി, ശൈലജ തോറ്റു എന്ന് മാത്രമല്ല, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഗ്രാഫ് അത് വലിയ ഉയർച്ചയിലേക്ക് എത്തിയത് ഈ വടകര തെരഞ്ഞെടുപ്പോടു കൂടിയാണ്. ഞാൻ പറയുന്നത് ഷാഫി അങ്ങനെ ഒരു നിസാരണക്കാരനാണെന്നല്ല. ഷാഫി ഒരു വലിയ നേതാവായിരുന്നു, പാലക്കാടിൻ്റെ MLA ആയിരുന്നു. വടകരയിലേക്ക് മത്സരിക്കാൻ വണ്ടി കയറുമ്പോൾ അയാൾ പാലക്കാട്ടെ MLA ആയിരുന്നു. അതിൻ്റെ രീതിയിലുള്ള ഒരു എല്ലാ ഗ്രാഫും അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ വടകരയിലെ തെരഞ്ഞെടുപ്പോടു കൂടി ഷാഫി കേരളത്തിൽ കോൺഗ്രസിൻ്റെ അല്ല, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ അനിഷേധ്യനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ സഖാക്കൾ എരന്ന് വാങ്ങുകയായിരുന്നു. മനസ്സിലായില്ലേ? ഈ സഖാക്കളെ പറഞ്ഞിട്ടും കാര്യമില്ലെന്നേ, ആരാണെങ്കിലും ഒന്ന് വെപ്രാളപ്പെട്ടു പോകുമല്ലോ. ഇപ്പോൾ കൃത്യമായിട്ട് ഷാഫി പാലക്കാട്ട് നിന്ന് വണ്ടി കയറി വടകരയിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. ഞാനിങ്ങനെ വണ്ടി കയറി വടകരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത്. അപ്പോൾ അന്ന് വടകരയിൽ വന്നിറങ്ങിയ ഷാഫി പറമ്പിൽ അന്ന് വടകരയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആദ്യത്തെ പ്രസംഗം അത് കൃത്യമായിട്ട് ഫസ്റ്റ് സംസാരം കൊണ്ട് തന്നെ ആരാണ് വടകരയിൽ സഖാക്കളുടെ ഒരു പ്രചരണം എന്ന് പറഞ്ഞാൽ വടകരയുടെ ടീച്ചറമ്മ, ഇങ്ങനെയായിരുന്നു പ്രചരണം. ആരാണ് വടകരയുടെ ടീച്ചറമ്മ എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്തുകൊണ്ടുള്ള ആ ഒരു പ്രസംഗം നമ്മൾ പലവട്ടം അതിനെക്കുറിച്ച് ചർച്ച ചെയ്താണ്, ഞാൻ നിങ്ങളത് കേൾപ്പിച്ചതാണ്. വീണ്ടും അതിലേക്ക് പോകുന്നില്ല, കാരണം അതൊരു സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ കൃത്യമായി ഡിഫൈൻ ചെയ്തുകൊണ്ട് ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഈ ടീച്ചറമ്മ എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിനെ തന്നെ ഷാഫി പറമ്പിൽ പൊളിച്ചടക്കി. അന്നത്തെ ദിവസം ഷാഫി പറമ്പിൽ ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ്റെ അമ്മയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ വാക്കുകൾ, TP ചന്ദ്രശേഖരൻ്റെ അമ്മയുടെ ചൊക്ലി സ്കൂളിലെ ജോലിയെക്കുറിച്ച് അന്ന് അങ്ങനെ ഒരു ഡെഫിനിഷൻ അവിടെ വെക്കുകയായിരുന്നു. ആ ഡെഫിനിഷൻ വെച്ചതോടുകൂടി KK ശൈലജയുടെ ഫ്രോഡ്, ആ ഫേക്ക്, ആ മുഖം മൂടി അതിങ്ങനെ വലിച്ചു കീറിയിട്ടാണ് ഷാഫി ആദ്യത്തെ ദിവസം തുടങ്ങുന്നത്. അവിടെ അന്നത്തെ ആ ഒരു കൺവെൻഷനോടുകൂടി സഖാക്കൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. അവിടെ നിന്നാണ് എങ്ങനെ നേരിടാം, ആവനാഴിയിലെ അവസാന ആയുധം വർഗീയ ചാപ്പയടിക്കൽ. എന്താണെങ്കിലും സത്യം മറനീക്കി പുറത്തു വന്നിരിക്കുന്നു അല്ലേ. തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് നിശബ്ദ പ്രചരണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് വടകരയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആലോചിക്കണം നിങ്ങൾ. മണിക്കൂറുകൾ കൊണ്ട് പോലീസിന് കണ്ടെത്താമായിരുന്ന കാര്യം പോലീസ് വേണ്ടെന്ന് വെച്ച് 2 വർഷം കഴിഞ്ഞിട്ട് കേസ് കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് വളരെ കൃത്യമായി അതിൻ്റെ സത്യം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക അല്ലേ. ഇതിൻ്റെ ഉറവിടം, സോഴ്സ് എവിടെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ ജിതിൻ ഭാസ്കരനെ അറസ്റ്റ് ചെയ്തപ്പോൾ ജിതിൻ ഭാസ്കരൻ കൃത്യമായിട്ട് ഇത് ഉണ്ടാക്കിയ ആൾ തന്നെയാണ്. ജിതിൻ ഭാസ്കരൻ ഇത് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതും ജിതിൻ ഭാസ്കരൻ തന്നെയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ജിതിൻ ഭാസ്കരന് സ്ക്രിപ്റ്റ് നൽകിയതും ഡയലോഗ് പറഞ്ഞു കൊടുത്തതും അശ്ലീലം റഹീമും
ഫ്രോഡ് ശൈലജയുമാണ് എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട്. എന്നാണെങ്കിലും സത്യം പുറത്തേക്ക് വരുന്നു എന്നുള്ളതിന് എത്രയൊക്കെ മൂടി വച്ചാലും അതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഇൻസിഡൻറ്റ് കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. ഇതിലേറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം ഈ CPM അതേ സ്ട്രാറ്റജി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സംഘ് പരിവാറിൻ്റെ സ്ട്രാറ്റജി CPM ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ കണ്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. CPM അത് തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ ആശങ്കാജനകമാണ്.